റോഡുകൾ ചോരക്കളങ്ങളാകുന്നു. അശ്രദ്ധയും അനാസ്ഥയും അഹങ്കാരവും എല്ലാം ചേരുമ്പോൾ നിരവധി നിരപരാധികൾക്ക് നമ്മുടെ റോഡുകൾ മരണക്കെണികളാവുകയാണ്. ഇന്നത്തെ തിരക്കേറിയ ലോകത്ത് റോഡ് സുരക്ഷ എന്നത് അവഗണിക്കാനാകാത്ത ഒരു വിഷയമാണ്. ഓരോ യാത്രികന്റെയും ജീവൻ രക്ഷിക്കാനും സുരക്ഷിതമായൊരു സമൂഹം കെട്ടിപ്പടുക്കാനും ഇത് അനിവാര്യമാണ്. നമ്മുടെ റോഡുകളിൽ സുരക്ഷിതമായി സഞ്ചരിക്കാനുള്ള അവകാശവും കടമയും ഉറപ്പാക്കുന്നതിൽ റോഡ് സുരക്ഷാ നിയമങ്ങൾക്കും ബോധവൽക്കരണത്തിനും വലിയ പങ്കുണ്ട്. വേഗപരിധി പാലിക്കുക, ഫോൺ ഉപയോഗിക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെറുതാണെങ്കിലും അവ റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു. ഇതുമായി സംബന്ധിച്ച് മന്നം ഫൗണ്ടേഷൻ സെന്റർ ഫോർ എഡ്യൂക്കേഷൻ ടെക്നോളജി ഫിസിക്കൽ സയൻസ് വിഭാഗം വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ഒരു ചെറിയ ബോധവൽക്കരണ ക്ലാസ്സാണ് യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്. ഹെൽമെറ്റ് ധരിക്കാതെ ഇരുചക്ര വാഹനം ഓടിക്കുന്നുണ്ട് പല രീതിയിലുള്ള ഗുരുതരമായ അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. മറിച്ച് ഹെൽമെറ്റ് ധരിച്ചുകൊണ്ട് പല അപകടങ്ങളിൽ നിന്നും ആളുകൾ രക്ഷപ്പെടുന്നതും നമ്മൾ കാണാറുണ്ട്. ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ കൂടുതൽ തലച്ചോറിനാണ് പരിക്കേൽക്കാറുള്ളത്. ഇതുവഴി നിയമ നടപടികളും നിങ്ങൾ നേരിടേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ സുരക്ഷയ്ക്കും മറ്റുള്ളവരുടെ സുരക്ഷയ്ക്കുമായി നമ്മൾ ഹെൽമെറ്റ് ധരിക്കുക. സുരക്ഷിതമായ യാത്രയ്ക്ക് നിങ്ങളേവരും ഹെൽമെറ്റ് ധരിക്കുക. സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കുന്നത് യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് അനിവാര്യമാണ്. വാഹനാപകടങ്ങളിൽ സീറ്റ് ബെൽറ്റ് അപകടങ്ങളുടെ തീവ്രത കുറയ്ക്കാൻ സഹായിക്കുന്നു. അതിനാൽ യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് വേണ്ടി നമുക്കെല്ലാവർക്കും സീറ്റ് ബെൽറ്റ് ധരിക്കാം. റാഷ് ഡ്രൈവിംഗ് അപകടകരമായ ഒരു പ്രവൃത്തിയാണ്. അത് ഡ്രൈവറിനെയോ സഹയാത്രികനെയോ മാത്രമല്ല, റോഡിലുള്ള എല്ലാവരെയും ഒരുപോലെ ഭീഷണിയായി മാറുന്നു. മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നതും മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതും നിയമങ്ങൾ പാലിക്കാതിരിക്കുന്നതും എല്ലാം റാഷ് ഡ്രൈവിംഗിന്റെ പ്രധാന രൂപങ്ങളാണ്. അമിത വേഗതയിൽ വാഹനം ഓടിക്കുമ്പോൾ അതിന് നിയന്ത്രണം നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അത് വലിയ വലിയ അപകടങ്ങൾക്ക് കാരണമായി മാറിയിരിക്കാം. ദിനംപ്രതി ഉയർന്നു വരുന്ന ഈ അപകടങ്ങൾ ഒഴിവാക്കാനായി നമുക്ക് ട്രാഫിക് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് യാത്ര ചെയ്യാം. വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് അത്യന്തം അപകടകരമാണ്. ഒരു നിമിഷത്തെ അശ്രദ്ധ വലിയ ഗുരുതരമായ അപകടങ്ങൾക്ക് കാരണമാകാം. നമ്മുടെ ജീവനും മറ്റുള്ളവരുടെ സുരക്ഷയും നമ്മളുടെ ഉത്തരവാദിത്തമാണ്. അതിനാൽ വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപേക്ഷിക്കൂ. സുരക്ഷിതമായ വീടുകളിലെത്തും. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് ഡ്രൈവറുടെയും സഹയാത്രി മരണം പതിയിരിക്കുന്ന ഈ നിരത്തുകൾ മലയാളിയുടെ പേടി സ്വപ്നമാണ്. അശ്രദ്ധമായ ഡ്രൈവിംഗ്, അമിതവേഗം ഇതിൽ മലയാളി മുമ്പിലാകുമ്പോൾ നമ്മുടെ നിരത്തുകൾ കൊലക്കളമാകുന്നു. മറ്റു യാത്രക്കാരുടെയും ജീവന ഭീഷണിയാണ്. മദ്യപിച്ചുള്ള ഡ്രൈവിംഗ് കണക്കുകൂട്ടലുകളെ തെറ്റിക്കുകയും അതുവഴി അപകട സാധ്യതകൾ ഉണ്ടാക്കുകയും ചെയ്യുമെന്ന് പല പഠനങ്ങളും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിർബന്ധമായും മദ്യപിച്ച് വാഹനം ഓടിക്കാതിരിക്കുക. നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന വിഷയമാണ് ട്രാഫിക് സിഗ്നലുകളുടെ പ്രാധാന്യം. യാത്ര സുരക്ഷിതമായിരിക്കുവാൻ ട്രാഫിക് സിഗ്നൽ പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രധാനമായും നമുക്കറിയാം 3 ട്രാഫിക് ലൈറ്റ് സിഗ്നലുകൾ. 1 റെഡ് മീൻസ് സ്റ്റോപ്പ്. റെഡ് ലൈറ്റ് കാണുമ്പോൾ നമ്മൾ വാഹനങ്ങൾ നിർത്തുകയും പോകാൻ പാടുള്ളതുമല്ല. അടുത്തത് യെല്ലോ മീൻസ് വെയിറ്റ്. ശ്രദ്ധിക്കുക, ഇതൊരു മുന്നറിയിപ്പാണ്. റെഡ് സിഗ്നൽ വരാൻ പോകുന്നു എന്നതിന്റെ മുന്നറിയിപ്പ്. അതിനാൽ വാഹനങ്ങൾ സ്ലോ ഡൗൺ ചെയ്യുകയും നിർത്താൻ തയ്യാറാവുകയും ചെയ്യേണ്ടതാണ്. അടുത്തത് ഗ്രീൻ ലൈറ്റ്.
ഗ്രീൻ മീൻസ് ഗോ. അതിനാൽ ഗ്രീൻ ലൈറ്റ് കാണുമ്പോൾ വാഹനങ്ങൾക്ക് മുൻപോട്ട് പോകാവുന്നതാണ്. ട്രാഫിക് സിഗ്നലുകൾ പാലിക്കുക, സുരക്ഷിതമായി യാത്ര ചെയ്യുക. നിങ്ങളുടെ സുരക്ഷ നിങ്ങളുടെ കൈകളിൽ. ലഹരിയുടെ അമിതമായ ഉപയോഗം, ഹെൽമെറ്റ്, സീറ്റ് ബെൽറ്റ് എന്നിവ ധരിക്കാതെയുള്ള യാത്രകൾ, മൊബൈൽ ഫോൺ അതും യാത്ര ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത്, റാഷ് ഡ്രൈവിംഗ് എന്നിവ കാരണം ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ നാം കണ്ടല്ലോ. ഇതിൽ നിന്ന് ഒരു മാറ്റം നമുക്ക് അനിവാര്യമല്ലേ? മരണം നമ്മളെ തേടി എത്തുന്നതിന് മുന്നേ അങ്ങോട്ട് ചെന്ന് കയറുന്നതിൽ എന്താണ് അർത്ഥമാക്കുന്നത്? ട്രാഫിക് റൂളുകൾ പാലിച്ചു ഇതുപോലെയുള്ള അശ്രദ്ധകൾക്ക് മാറ്റം വരുത്തി നമുക്ക് പുതിയൊരു ലോകം സൃഷ്ടിക്കാം. സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി.